ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. ലോകമെമ്പാടുമുള്ള എല്ലാ സംഗീത പ്രേമികൾക്കും ടോപ്പ് സിംഗറിലേക്ക് സ്വാഗതം. ദാ ഒരു പുതുപുത്തൻ എപ്പിസോഡ്. എന്താ പിടിച്ചോ മധു. നമസ്കാരം. നമസ്കാരം മധു. നമസ്കാരം. സുഖമാണോ? സുഖായിരിക്കുന്നു. സുഗുണൻ ചേട്ടൻ, മൃദുല, എല്ലാരും സുഖായിരിക്കണം. മൃദുലയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ, കാരണം പ്രോഗ്രാം ഷൂട്ടിംഗ്, തിരക്കോട് തിരക്ക്. സാർക്ക് പിന്നെ അതൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാനിത് കഴിഞ്ഞ പിന്നെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങും. അപ്പൊ തുടങ്ങണ്ടേ നമുക്ക്? പിന്നെ തുടങ്ങാൻ നമ്മുടെ ഇവിടുത്തെ ആ കൊച്ചു പൈങ്കിളി വരണം. അതെ, മെയിൻ ആള് മീനൂട്ടി. വെൽക്കം മീനൂട്ടി. ദേവാംഗനയോ അപ്സരസോ? നമ്മുടെ ദേവരാഗത്തിലെ ശ്രീദേവിനെ പോലെ. അല്ലല്ലല്ലല്ല, എനിക്കറിയാം എന്നാ ചോദിക്കാൻ പോകുന്നത്. അയ്യോ, എന്താ മുടി പോയോ? വെട്ടിയതല്ല, അറിയാതെ ആ തൊഴുത്തിന്റെ അടുത്ത് പോയി നിന്നു. പശു തിന്നു. കടി. അതാണ് ഈ അണ്ണിവനായിട്ട് കിടക്കുന്നത്. ആണോ ചേച്ചി? അണ്ണിവനായിട്ടാണ്. ഇത്രയും വൃത്തിയായിട്ട് പശു തിന്നെങ്കിൽ ഞാനും ഒന്ന് പോട്ടെ. കാരണം പശുവിന്റെ പല്ല് ഞാൻ നിരന്നായിരിക്കുന്നേ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല. അതുകൊണ്ട് ഒറ്റ കടിയിൽ വരുമ്പോഴത്തേക്ക് കൊറേയൊക്കെ പറഞ്ഞു പോകും. എന്നിട്ട് വേദന എടുത്തോ? ഇല്ലില്ല, അറിഞ്ഞില്ല. ഇവിടുന്നല്ലേ മുറിഞ്ഞു പോയത്, ഇവിടുന്നല്ലോ. എന്നാലും ഒരു ഗ്രിപ്പ് ഒന്നും തോന്നിയില്ല. ഏതായാലും ഇതാ നിങ്ങൾക്കായിട്ട് അല്ലേ ഒരു അടിപൊളി എപ്പിസോഡ്. നമ്മൾ എന്നും കാതോർത്തിരുന്ന മാപ്പിളപ്പാട്ടുകൾ, പ്രിയ ഗാനങ്ങളുടെ വർണ്ണ വിരുന്നിലേക്ക് കണ്ണൂരിന്റെ പ്രിയപ്പെട്ട ഗായിക ജാൻവി എത്തുന്നു. വെൽക്കം ജാൻവി ഓൺ സ്റ്റേജ്. ഹലോ മൊഞ്ചത്തി. ജാൻവി കുട്ടി, എന്താ ഉണ്ട്? പിന്നെ പുതിയ സ്കൂളിലേക്ക് മാറി. എവിടാണ്? അവിടെ തന്നെ അല്ലേ? നാട്ടിൽ തന്നെ. പിന്നെന്താ? അതെ, വേറെ വിശേഷമൊന്നുമില്ല. എന്നാലും ഇപ്പൊ ഈ നാട്ടുകാര് വീട്ടിന്റെ അടുത്തൊക്കെ ഫ്ലക്സ് ഒക്കെ വെച്ചു, അതുവഴിയൊക്കെ പോകുമ്പോ ഗിഫ്റ്റ് ഒക്കെ തരാറുണ്ടോ? ഗിഫ്റ്റ് കിട്ടീന്. എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരാള് കാർത്തിക എന്ന് പറഞ്ഞ ആന്റി ഡ്രസ്സും ചെരുപ്പും ഓർണമെന്റ്സ് ഒക്കെ അതല്ലേ പറയേണ്ടത്. എല്ലാരും ഫ്ലെക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വന്ന് ചോദിക്കും, ജാൻവി അല്ലേ ടോപ്പ് സിംഗറിലെ ജാൻവി അല്ലേ? ഫ്ലെക്സ് വെച്ചിട്ട് വന്ന് ചോദിക്കോ? ചോദിക്കും. ഒരു സംശയം, ഫ്ലെക്സില് നല്ല കളർഫുൾ ആയിട്ടാണോ ഫ്ലെക്സ്? പിന്നെ ട്രെയിനിലെല്ലാം പോകുമ്പോ ബസ്സിനെല്ലാം ചോദിക്കും, സെൽഫി ഒക്കെ എടുക്കും. അപ്പൊ എന്തായാലും അങ്ങനെ വളരട്ടെ, കാരണം നമ്മുടെ ടോപ്പ് സിംഗറിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പ്രശസ്തിയും അംഗീകാരവും സമ്മാനങ്ങളും ഇതൊക്കെ കിട്ടണം. ഇഷ്ടം പോലെ കിട്ടട്ടെ. അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? യത്തീമിന്നത്താണി. ബ്യൂട്ടിഫുൾ സോങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ജാൻവിക്കുട്ടി ഓ നന്നായിരുന്നു മോളെ. താങ്ക് യു സാർ. കാരണം ഉള്ളത് നല്ല സുഖമായിട്ട് ഒപ്പിച്ച് ക്ലീനായിട്ട് അങ്ങ് പാടി. ഒന്ന് രണ്ട് സ്ഥലം മാത്രം അള്ളാ എന്ന് പറയുന്നത് അതൊന്ന് സൂക്ഷിക്കണം, അതിന്റെ പ്രൊനൗൺസിയേഷൻ. പിന്നെ അത്താഴം എന്നുള്ളതിന്റെ സംഗതി ഉണ്ടല്ലോ. അത്താഴം എന്ന് വെച്ചാൽ എന്തോ? അത്താഴം സഹായം. സഹായം. രാത്രിക്ക് കഴിക്കുന്നത്. രാത്രി എന്തോ അത്താഴം, ഡിന്നർ. ഡിന്നർ. ഓക്കെ. പിന്നെ സഹായം എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായിക്കുന്ന. സഹായിക്കുന്നു. ആ രണ്ട് സ്ഥലം ഒന്ന് പാടാമോ? ഒന്ന് പാടി സഹായിക്കാമോ? അതെ, ഒന്ന് പാടി വർഷിക്കും സഹായം. സഹായം. ആ ഹായ്ക്കൊരു പിടുത്തം വരുന്നുണ്ടല്ലോ മോളെ. സഹായം. ഇങ്ങനെ വരുന്നു. സഹായം. സഹായം. അതാ ഒന്ന്. പിന്നെ അത്താഴം മുത്തകങ്ങൾ കാണ് സ്വർഗത്തിലെ താഴം. അവിടെ ഒരു ഇത്തിരി പിടുത്തം വന്നു ഈ സഹായത്തിനും അതുപോലെ അത്താഴത്തിനും. സംഗതിക്ക് ഒരു ക്ലാരിറ്റി. അത്രേ ഉള്ളൂ. ബാക്കി നോക്കിയപ്പോൾ ഉണ്ട് എല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്, കാണാനും കൊള്ളാം, ഡാൻസസും എല്ലാം നന്നായിരുന്നു. ബട്ട് ഇത് മാത്രം ഈ ചില്ലറ നോട്ടല്ല, ചില്ലറ സംഭവങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചില്ലറ എന്ന് പറഞ്ഞത് ചില്ലറ ഇഷ്ടമല്ല. അവിടെ എപ്പോഴും കെട്ട് നോട്ടാണ് അല്ലേ? പിന്നെ ആ ബാഗ് ഇപ്പോഴും ഉണ്ടോ മീനുട്ടിടയില്? മാറ്റി കുറച്ചുകൂടെ വലുത് വേണമായിരുന്നു. വലുതാക്കി. ജാൻവി, ഓ എന്തെങ്കിലും മോക്ക സഹായങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ദാനശീലനാണ് ഇപ്പം കൂടി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചോദിക്കണേ. ഞാൻ ഓരോരുത്തരെ പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യും. എന്ത് ദാനശീലം ചെയ്യാനോ? പിന്നെ മീനുട്ടി എല്ലാം വാങ്ങിച്ചു വെച്ചോണ്ട് എന്തോ അതെ അതെ അതെ. കുറെ പശുവിനെ വാങ്ങിച്ചു വയ്ക്കാം. പശു ആണെങ്കിൽ ഈ മുടിയെല്ലാം പറിച്ചോണ്ട് പോയി. പിന്നെ കുറെ കോഴിയില്ലേ അവിടെ? കോഴിയുണ്ട്. കോഴി. പിന്നെ എന്തൊക്കെയുണ്ട്? പൂച്ചയുണ്ട്, പട്ടിയുണ്ട്. ഞാൻ റോഡ് വീലറിനെ വാങ്ങിച്ചു. ആണോ? നന്നായി. കാരണം ആ നാട്ടുകാര് മീനുട്ടിക്ക് നല്ല ഭേഷ തരും. കാരണം റോഡ് വീലർ എന്ന് പറയുന്നത് രാത്രി അഴിച്ചു വിടുമല്ലോ. ഇല്ല, പിന്നെ കൂട്ടുക മൊത്തം. അല്ലല്ല, ഇടയ്ക്ക് നടക്കാൻ കൊണ്ടുപോകും. വിട്ട് കളയരുത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, റോഡ് വീലർ കടിക്കുന്ന ഒറ്റ സ്ഥലത്തേ കടിക്കത്തുള്ളൂ, കഴുത്തേല്. അത്ര കടിക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യം സംഭവിക്കത്തുള്ളൂ, പുള്ളി ഒരിക്കലും ജീവിച്ചിരിക്കത്തില്ല കടി കിട്ടുന്നവൻ. അപ്പോഴേ എല്ലാവർക്കും കൂടെ ഞാൻ ജീപ്പിന്റെ പുറയിൽ മറ്റേ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പുറയിൽ ഇങ്ങനെ പിള്ളേരും എല്ലാം തുറന്നു വിട്ടിട്ട്. ഇല്ല, അതൊരു പാവ, ഇത് കുഞ്ഞുതാ. ഞാൻ അതെ. ഹലോ, സിംഹം പാവാവോ? സിംഹം പാവം. ഇപ്പൊ നമ്മള് സിംഹത്തിനെ ചെറുപ്പത്തിൽ തൊട്ടേ കൊഞ്ചിച്ച് വളർത്തുമായിരിക്കും. അത് അതിന്റേതായ സ്വഭാവം എപ്പോഴെങ്കിലും കാണിക്കും. പിന്നെ നമ്മുടെ തലയിലെടുത്ത് പോലെ ഇരിക്കും. പോട്ടെ, സാരമില്ല മോളെ. നന്നായിരുന്നു. ജാൻവിക്കുട്ടി, നല്ല രസമുണ്ടായിരുന്നു പാടിയത് കേൾക്കാൻ. ആകെ പ്രശ്നം ഈ അത്താഴവും സഹായവും കേട്ടോ. അത് തുടക്കം മുതലേ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്യാണ്. അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറച്ചും കൂടി ഒന്ന് വേണമെന്ന് തോന്നി കേട്ടോ. അല്ലാതെ വേറെ പിന്നെ പ്രൊനൗൺസിയേഷൻ അള്ളാ, ഓക്കെ, അതൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി പാട്ട് നന്നായി കുറച്ചും കൂടി നന്നായേനെ എന്ന് കേട്ടോ. പിന്നെ വേറെന്താ? റോട്ട് വീലറിന്റെ കാര്യം. റോട്ട് വീലർ ശരിക്കും വൺ മാസ്റ്റർ ഡോഗ് ആണ്. ഒരു മാസ്റ്ററാണ് അതിന് ശരിക്കും. അത് ഒരാളുടെ അടുത്ത് മാത്രമാണ് കൂടുതൽ ഇണങ്ങ. ആരാ നോക്കുന്ന വീട്ടില്? അനിയൻ. അപ്പൊ അനിയനുമായിട്ടായിരിക്കും അതിന്. പക്ഷെ എല്ലാരോടും അവനോട് കുറച്ച് കൂടുതൽ അടുപ്പം. അങ്ങനെയൊന്നുമില്ല. അല്ല, പക്ഷെ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പോഴല്ലേ. അതിപ്പോ കുട്ടിയല്ലേ. അതങ്ങനെയാണ്. ജർമ്മൻ ഷെപ്പേർഡും വൺ മാൻ ഡോഗ് ആണ് ആക്ച്വലി. എല്ലാരും പറയുന്ന ഇതാരും വീട്ടിൽ വളർത്തത്തില്ല. റോഡ് വീലറിനെയോ ചില സ്ഥലത്തൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. സൂക്ഷിച്ചോ. ഈ സീസൺ കഴിയുന്നതിന് മുമ്പേ മീനുട്ടിയുടെ കേൾക്കാം. എന്നെ കഴിക്കൊന്നുമില്ല. എന്റെ റോഡ് വീലർ നല്ല കുട്ടിയാ. പേരെന്താ? റോക്കി. മതി. അപ്പോ ജാൻവിക്കുട്ടിക്ക് ഒരു ചെറിയ സമ്മാനം. പാട്ടൊക്കെ നന്നായിരുന്നു, നീ നന്നാക്കണം കേട്ടോ. ഓക്കെ. ഹക്കാന കോനമറാൽ മക്കാവ് വിട്ട നബി പക്കാ മദീന തണവായി ആരേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകെ ഹക്കാന കോനമറാൽ മക്കാവ് വിട്ട നബി പക്കാ മദീന തണവായി ആരേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകെ. ജാൻവിക്കുട്ടാ, എന്തോ ഞാൻ ഈ കഥകളൊക്കെ കേട്ടിട്ട് മോളെ ഏത് പാട്ടാ പാടിയെന്ന് വരെ മറന്നുപോയി. പിന്നെ ഓർത്തെടുത്തതാ.
എനിക്ക് സത്യം പറയാൻ നല്ല പെർഫോമൻസ് ആയിട്ട് തോന്നി. ഈ പറഞ്ഞ മാതിരി കുറച്ച് മിസ്റ്റേക്സ് മാത്രമേ ഉള്ളൂ. ഓവറോൾ നന്നായിട്ട് പാടിയിട്ടുണ്ട് മോള്. താങ്ക് യു ചേച്ചി. ഒരുപാട് മിസ്റ്റേക്സ് ഒന്നും വന്നിട്ടില്ല. നന്നായിട്ട് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. യൂഷ്വലി പഠിച്ചത് മാറിപ്പോവാറുണ്ട് മോള് ഇപ്പോൾ വരുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്ത് പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു കാര്യമാണ് കേട്ടോ. സംഗതികൾ കുറച്ചുകൂടെ ക്ലാരിറ്റി, കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പ് ആക്കാം എന്ന് മാത്രം. ബാക്കി പക്ഷേ ഓവറോൾ വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ജാൻവിക്കുട്ടി എന്തോ 98 ആണ്. പക്ഷെ ഈ അത്താഴമൊക്കെ അല്ലേ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. സഹായം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ സർ. വി ആർ ഗിവിംഗ് യു 99 out of 100. താങ്ക് യു സർ. ആടി മീനുട്ടിയുടെ ഒരു റോഡ് വീലർ. All the best. മനസ്സിന്റെ തന്ത്രികളിൽ ഭാവലയം ഒരുക്കാനെത്തുന്നു പാർവണ കുട്ടി. വെൽക്കം പാർവണ ഓൺ സ്റ്റേജ്. കയ്യിലെന്താ പേപ്പറൊക്കെ? എനിക്ക് മനസ്സിലായി. ഒരു സൂത്രമുണ്ട്. എന്താണ്? ഞാൻ പറയട്ടെ, പറയൂല. വരച്ചോണ്ട് വന്നതല്ലേ? കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ പറഞ്ഞത്. ഇത് ഞാൻ കണ്ടു കേട്ടോ. അവിടെ നിന്ന് വരയ്ക്കുന്ന കണ്ടു ഞാൻ. ഒന്ന് കാണിച്ചു നോക്കട്ടെ. 1 by 1 ഈ മൈക്ക് ആരെങ്കിലും പിടിക്കും. അതിന്റെ ആള് നിക്കുന്നേ. ഓ സൂപ്പർ. ഇതാരാ MG അങ്കിളല്ലേ? ഒന്ന് കാണിക്കത്. ഓ സൂപ്പർ. ഇതാരാ? എംജങ്ങളിലെ ഷർട്ട് എപ്പോഴും ഇങ്ങനെ പേപ്പർ പോലെ ഇല്ലേ? ഒന്ന് കാണ്. അടിപൊളി. സൂപ്പർ. മീനോട്ടി ചേച്ചിന്റെ പേര് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. മൃദുലാന്റിന്റെ പേര് എഴുതിയിട്ടുണ്ട്. സ്നേഹം MG അങ്കിളിന്. ചർച്ച ഞങ്ങളുടെ പേരൊക്കെ ഉണ്ട്. അടുത്തയാള്. ഇത് മീനോട്ടി ചേച്ചി. ഞാൻ മൃദുല ചേച്ചിയാന്ന് പറഞ്ഞു. ഞാൻ ഇതാണ് ഞാൻ. എന്റെ കഴുത്തിൽ നോക്കി പറ്റേ. താങ്ക് യു. അതുപോലെ തന്നെ ഉണ്ട്. നോക്ക് മധുവങ്കിള് ഒറിജിനൽ ആയിട്ടുണ്ടല്ലേ? മധുവങ്കിള് ശ്രീവേഷം കെട്ടിയോ? നോക്ക് MG അങ്കിളെ, ഇത് നോക്ക്. ഓ കൈ ഇങ്ങനെ വെച്ചിരിക്കല്ലേ? പിന്നെ അടുത്ത ആള്. ഇനി മൃദു ചേച്ചി. കറക്റ്റ്. അടിപൊളി. ഒരു കോഴിമുട്ട വന്നിരിക്കുന്നത്. ആ മാല ഒക്കെ അയ്യോ ഇത് പല്ലാണോ? ഇത് പല്ലാണോ? അതെ ഫ്രണ്ട് ഇത്ര നീളത് പല്ല. ശരിയാണല്ലോ. വര വിടാൻ മറന്നുപോയി. കാര്യാക്കണ്ട കേട്ടോ. സാർ മോളെ അടിപൊളി. ഉഗ്രൻ. സന്തോഷായില്ല എല്ലാവർക്കും? ഭയങ്കര സന്തോഷം. മധു എന്തിയാന്ന് കാണിച്ചത്? മധുക്കളെ കൈ കണ്ടോ? അതല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോഴേ എല്ലാരും ആധാർ കാർഡൊക്കെ കണ്ടു. പല്ലെന്തിയാ കാണിച്ചേ? എല്ലാം ഓക്കെ ആയില്ലേ? ഇല്ല, പിന്നെ ഒരു ഓറഞ്ചും കൂടി വേണം. ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ഇനിയിപ്പോ ഒരു ഓറഞ്ചും കൂടെ ഞാൻ തരണം. തരണം. അപ്പൊ ഇത്രയും വരച്ചൊക്കെ തന്നോണ്ട് അടുത്ത തവണ വരുമ്പോഴത്തേക്ക് ഞാൻ അത് എത്രാന്നറിയോ? അടുത്ത തവണ തന്നോണം. തരും. മോളെ അതിന് ചെറു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആ ഓറഞ്ച് എടുത്ത് വെച്ച് അതിനകത്ത് 101 ജപം ജപിച്ച് അതിനകത്ത് ഈ നമ്മൾ കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ 1ന് പകരം 6 പല്ല് വരും. മൃദുല ചേച്ചിയുടെ പോലത്തെ പല്ല് വേണം. മതിയോ? ഇതിൽ വരച്ചു വെച്ചിട്ടില്ലേ? ഇവിടം വരെയുള്ള പല്ല് വേണ്ട. ഞാൻ വരക്കാൻ മറന്നു പോയതാ. അത്രല്ലോ. എന്തായാലും താങ്ക് യു വെരി മച്ച്. വെൽക്കം. മോടെ ഇത്രയെങ്കിലും മോടെ വെൽക്കം. അപ്പൊ ഏത് പാട്ടാ? ഇന്ന് കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം? കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം. ആ പാട്ടല്ലേ? സൂപ്പർ പാട്ടല്ലേ? അതെ. ഇതുപോലൊരു പാട്ടുണ്ടോ? കൊറേ പാട്ടില്ലേ? ചോദിച്ചതേ ഉള്ളൂ. ആരാ മ്യൂസിക്? മോഹൻ സിത്താര. ആന്റിയാണോ? ആന്റിയോ?
അല്ല അങ്കിൾ ഓക്കെ. എഴുതിയത് സച്ചിദാനന്ദൻ പുഴങ്കര. പാടിയത് പാടിയത് ചിത്രാമയും പിന്നെ ദാസങ്ങളും. ഇനി ഞാൻ പാട്ട് പാടട്ടെ? പാടിക്കോ പാടിക്കോ. ആയിക്കോട്ടെ. ഓൾ ദ ബെസ്റ്റ്. ആയിക്കോട്ടെ. താങ്ക് യു. ഓക്കെ. കാണുമ്പോൾ പറയാമോ
കലക്കി കലക്കി. പാർവണക്കുട്ടി, എന്തോ ഇത് മനോഹരമായിട്ടാ നിങ്ങളൊക്കെ പാടുന്നത്. ഈ ലിറ്റിൽ ഏഞ്ചൽസ് ആണെന്ന് തോന്നുന്നു ഇവിടെ കൂടുതൽ സ്കോർ ചെയ്യുന്നത്. അവര് ഗംഭീരമായിട്ട് പാടുന്നുണ്ട്. സോറിയോ? ആ സോറി പറയണം എനിക്ക്. മക്കളെ സ്കോർ ചെയ്യുന്നത് മനസ്സിലായോ? ഇല്ല സ്കോർ എങ്കിൽ ഞാൻ അഴിച്ച പുഴിച്ച വന്നെന്ന് പറയാം. പാർവണക്കുട്ടി, ഈ ലിറ്റിൽ ഏഞ്ചൽസ് ആണ് ഇവിടെ വന്ന് അടിപൊളിയായിട്ട് പാടുന്നതെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നു. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കാരണം പാർവണക്കുട്ടി കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ആസാദ്യമായിട്ട് പാടിയേട്ടാ. സൂപ്പർ, താങ്ക് യു, ബ്യൂട്ടിഫുൾ. താങ്ക് യു. പാർവണക്കുട്ടി എന്തോ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. അതെ, താങ്ക് യു, പാട്ട് അതുപോലെ നല്ല ക്യൂട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത് മാത്രമേ പറയാനുള്ളൂ? ആ, ഒരു ഫ്ലൈങ് കിസ് തരൂ. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ? ലാലി ലാലി പാടിയിട്ട് ടാഗ് ചെയ്തില്ലേ ആ, ബർത്ത്ഡേക്ക്, ഇൻസ്റ്റാഗ്രാമില്. ആന്റിയുടെ ബർത്ത്ഡേക്ക്? ആ. അയ്യോ ഭയങ്കര സന്തോഷായി പാർവണക്കുട്ടിയുടെ പാട്ട് കേട്ടപ്പോ, അതും ലാലി ലാലി പാടി കേട്ടപ്പോ ഭയങ്കര സന്തോഷായി ആന്റിക്ക്. താങ്ക് യു സോ മച്ച്. സൂപ്പറായി പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്റെ ബർത്ത്ഡേക്ക് ഒന്നും പാടിയിട്ടില്ലല്ലോ. എന്റെ ബർത്ത്ഡേ അപ്പൊ കഴിഞ്ഞല്ലോ, കഴിഞ്ഞ മാസം. ആ, ഞാൻ മൃദുല ആന്റിയുടെ ബർത്ത്ഡേയുടെ അടുത്ത ദിവസമായിരുന്നു എന്റെ ബർത്ത്ഡേ. അത് മാത്രം കാണത്തില്ലല്ലേ? എന്നാ ഞാൻ മിനിങ്ങും മിന്നാമിനിയെ പാടിയിടുവായിരുന്നു. ആ പാടിയിട്ട് ഇടുവായിരുന്നു. പക്ഷെ അറിഞ്ഞില്ല കുഞ്ഞ്. മക്കളെ വെറുതെ പറഞ്ഞ കേട്ടോ. അപ്പൊ എന്തായാലും നല്ല സൂപ്പറായി പാടി. ആ സൂപ്പറായിട്ട് പാടി അല്ലേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ കുഞ്ഞാവ പാട്ട് പാടാനും തുടങ്ങി. ഇത്ര പെട്ടെന്നോ? പാടാൻ തുടങ്ങി. അമ്മ ഇങ്ങനെ ആന്നൊക്കെ പാടിക്കൊടുക്കുമ്പോ കുഞ്ഞുവാവി അതേപോലെ ആന്ന്. വരട്ടെ, ഒരു 2-3 വർഷം 4 വർഷം കഴിയുമ്പോ ഇങ്ങോട്ട് പിടിച്ചോ, അതെ കൊണ്ടുവന്നു. ഓക്കെ, ഓക്കെ, ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകരേ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ടാറ്റാ, താങ്ക് യു. പാട്ടിന്റെ പൂക്കാലം ഒരുക്കിയ തൃശ്ശൂരിന്റെ സ്വന്തം പാട്ടുകാരി സനിക കുട്ടി. വെൽക്കം സനിക ഓൺ സ്റ്റേജ്. ആഹാ, ഇത്തിരി മോഡേൺ ആയിട്ടൊക്കെയാണല്ലോ വന്നേക്കണേ. ഹെയർ സ്റ്റൈലും നല്ല കോസ്റ്റ്യൂം. കയ്യിലിരുന്ന വളയെടുത്ത് കാതിലിട്ടിട്ടുണ്ടല്ലോ. മധു അങ്ങനെ അല്ലേ? അതെ അതെ അതെ, കോമഡി വെതറുകയാണ്. എന്തൊരു ഒബ്സർവേഷൻ അല്ലേ? അതെ. കാരണം ഒന്നുമില്ല, കയ്യില് വാച്ച് കിട്ടിയത് കൊണ്ട് വളയിട്ടില്ല, അത്രേ ഉള്ളൂ. ആ വളയെടുത്ത് കാതിലിട്ടു. ഇത് വളയല്ല, ഇത് കമ്മലാണ്. എവിടെയും കുളത്തി പിടിക്കാണ്ട് നോക്കണം കേട്ടോ. പക്ഷെ അങ്ങനെ സത്യത്തിൽ പിടിക്കും. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ വട്ടമുള്ള കമ്മലിട്ട് അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെ പേടിയുണ്ടോ? അനുഭവമുണ്ടോ? ആ ഉണ്ട്. ഉണ്ട്. ഷോളിന്റെ മുത്തില്ലേ, അത് കൂട്ടി വരിഞ്ഞ് നല്ല വേന എടുക്കും. കീറി പോവാതിരിക്കാൻ നോക്കണം. ആ പോയില്ല. പിന്നെ വീണ്ടും കാതൊട്ടിക്കാൻ നടക്കണം. വേണ്ട, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ പോട്ടെ, ഒട്ടിക്കാൻ പിടിക്കൊന്നും വേണ്ട. മോളെ ഏത് പാട്ടാ പാടുന്നത്? ഫേവറേറ്റ് റൗണ്ടില് കണ്ണോരം ചിങ്കാരം എന്നുള്ള കണ്ണോരം. ഉഗ്രം പാട്ടാണ്. എം ജയചന്ദ്രൻ, ശ്രേയ നിർവേദം, കാട്ടാക്കട ലിറിക്സ്, മുരുകൻ കാട്ടാക്കട സർ, ശ്രേയ ഘോഷൽ പാടിയത്. രതി നിർവേദം. ആ. പഴയ പടമാണ് രതി നിർവേദം. അത് റീമേക്ക് ചെയ്താണ് വീണ്ടും, പിന്നെ ഡിഫറെന്റ് സ്റ്റൈൽ. നല്ല പാട്ടാണ്, ഉഗ്രം പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് All യു the best. താങ്ക് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കണ്ണോരം ചിങ്കാരം, കണ്ണോരം ചിങ്കാരം, ഈ പൂവിൽ വന്നു വണ്ടു മൂളവേ. കാതോരം കിന്നാരം, കാതോരം കിന്നാരം, ഈ കാറ്റിലാടുമീറമൂളവേ. ഈ നെഞ്ചിലെ സാവേരികൾ പെയ്തു തോരും ഇന്ദ്രനീലരാവായി. കണ്ണോരം കണ്ണോരം ചിങ്കാരം ചിങ്കാരം, കണ്ണോരം ചിങ്കാരം, ഈ പൂവിൽ
കാതോരം കിന്നാരം കണ്ണോരം ചിങ്കാരം ഈ കാറ്റിലാടുമീറമൂളവേ ഈ നെഞ്ചിലെ സാവേരികൾ പെയ്തു തോരും ഇന്ദ്രനീലരായേ. സനിക എന്തോ സർ. നന്നായിട്ട് പാടി Thank you so നല്ല much, ഫീൽ ഉണ്ടായിരുന്നു പാടിയതിന്. താങ്ക് യു. ഏതോ ഒരു സ്ഥലം ചരണത്തിൽ എങ്ങാണ്ട് ഒരു ഒറ്റ സ്ഥലം എന്തോ അത് ലോലം എന്നോ ഏതാണ്ട് പറഞ്ഞു. എന്തോ ഒരു സ്ഥലം. ആത്മരാഗം അല്ലേ? അവിടെ മാത്രമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ ഈ റെക്കോർഡ് പോലും നമുക്ക് പാടാനൊന്നും പറ്റത്തില്ലല്ലോ. കാരണം നമ്മൾക്ക് നമ്മുടെ ശബ്ദത്തിൽ പാടാൻ ഇന്ന് വലിയ അനുനാസികം വലുതായിട്ട് വന്നില്ല. എന്നാലും ഈ മാ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മോക്ക് വരും. മോടെ എന്താണ് ഓക്കൽ കോഡും എന്താണ് ആ നേസൽ ഇതെല്ലാം അങ്ങനെ ബിൽറ്റിനായിട്ട് അങ്ങനെ ഇരിക്കുക. നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അല്ലെ പിന്നെ ചുരണ്ടിയൊക്കെ മാറ്റണം. പണ്ട് എല്ലാവരുടെ മൂക്കും ചെറിയൊരു വളവുമാണ്. അസത്യമാണ്. കാരണം എല്ലാവരുടെ മൂക്കിനും എന്റെ പൊന്നു കുഞ്ഞെ മൂക്കിനല്ല വളവ്. അകത്ത് അകത്ത് ഒരു ചെറിയൊരു വളവാണ്. അപ്പോൾ ഈ എപ്പോഴും ജലദോഷം വരികയും ഇതൊക്കെ ചെയ്തപ്പോൾ എൻ്റെ കൊച്ചിലെ പോയി. അപ്പം ഞാൻ സ്കൂളിലൊക്കെ പാടുമല്ലോ. ആ പാട്ടൊക്കെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഡോക്ടറെ പോയി ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട്. ഒരു നല്ല ഡോക്ടറാണ് മെഡിക്കൽ കോളേജിൽ, കൃഷ്ണമൂർത്തി. അദ്ദേഹത്തിന് അന്നേ ഒരു 70 വയസ്സെങ്കിലും കാണും. സർവീസൊക്കെ കഴിഞ്ഞൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു മ്യൂസീഷ്യനാണല്ലോ, ഇവർക്ക് പെർക്കഷൻ്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവും. സിയിലുള്ള 2 മൃദംഗം എടുത്തിട്ട് 2 പേര് 2 മൃദംഗം ചെയ്യുക, അല്ലെങ്കിൽ ഒരാൾ തന്നെ ചെയ്യുകയാണ്. ഒരാൾ സി എന്ന് വെച്ചാൽ ഒരു കട്ടയിലുള്ള മൃദംഗം ഒരാൾ ഇത് ചെയ്യുകയാണ്. എന്നിട്ട് അത് തട്ടി നോക്കിയാൽ 2 ഒരു ടോണായിരിക്കും. ഒരിക്കലുമല്ല, ആ ടോണിന് വ്യത്യാസം വരും. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയ 10 മിനിറ്റിൻ്റെ പണിയുള്ളൂ, ഓപ്പറേറ്റ് ചെയ്ത് തരാം. പക്ഷേ സൗണ്ട് ചിലപ്പോൾ മാറുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിത് മതി എന്ന് പറഞ്ഞ പോലെ മോക്ക് ജന്മനാലുള്ള ഒരു നേസലുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ മതി. അല്ല അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട. ഇന്ന് നന്നായിട്ട് പാടി. ഈ ഒരു സ്ഥലമാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടതുണ്ട്. ഇതിൻ്റെ പ്രോഗ്രാം ചെയ്തത് കണ്ണനാണ്. ഒരു രക്ഷയില്ല. കലവൂർ ബാലൻചേട്ടൻ്റെ മകൻ. ഇന്ന് 2 പേരും നമ്മളോടൊപ്പം ഇല്ല. 2ഉം ഹൈലി ടാലൻറ്റഡ്. അച്ഛനും മോനും പ്രണാമം. സനിക കുഞ്ഞേ എന്തോ സർ. അസലായിരുന്നു, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എന്താ നല്ല ഫീലോട് കൂടി തന്നെ പാടി. നല്ല മോഡുലേഷൻസ് ഒക്കെ നന്നായിരുന്നു. പിന്നെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതേതൊക്കെയാണ്? ആദ്യത്തെ ലൈൻ ഒന്ന് പാടി. കണ്ണോരം ചിങ്കാരം കണ്ണോരം ചിങ്കാരം ഈ പൂവിൽ വന്നു വണ്ടു മൂളവേ. ഇപ്പൊ മൂള വേ മാറി നിൽക്കരുത്. മൂളവേ അവിടെ ചെറുതായിട്ടൊന്ന് കട്ടായി പോയായിരുന്നു. അത് നീങ്ങരുത്. ആ വേ എന്നുള്ളത് വേറെ നിൽക്കരുത്. മൂളവേ അത് വല്ലാതെ നീങ്ങിപ്പോരുത് കേട്ടോ. അത് ഒരു പ്രശ്നം. പിന്നെ അതിലോലം ആത്മരാഗം. രതിരാസലോലയായി ഒരു രാത്രി മങ്ങി മാഞ്ഞു അതിലോലമാത്മരാഗം ആത്മരാഗം അതൊരു എന്തോ ഒരു ഫോൾ, അത് വരുന്നതിനൊരു ഫ്ലോ വരാനുണ്ട് രാഗത്തിൽ. ആ താഴത്തേക്ക് വരുന്ന ആ വരവില്ലേ, അതിനൊരു ഫ്ലോ വരണം. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നെയ്സൽ ടോൺ ഇപ്പോഴും ഉണ്ട്, അത് കൺട്രോൾ ചെയ്യണം. അപ്പം ശ്രീകുട്ടൻ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. കുട്ടൻ ചേട്ടൻ ചെയ്ത പാട്ടുകളിലൊരു ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണിത്. അപ്പോൾ ഒരു ചെറിയ ഇതേ റൂട്ടിലുള്ളൊരു പാട്ട് രാജാ സാറ് ചെയ്തതാണ്. ഞാൻ പാടിയൊരു പാട്ടാണ് കേട്ടോ. തന്നന്തനിയനാക മണ്ണിൽ വരയേങ്കിനായോ എന്ന തുണിച്ചലോട് இந்த வரம் வாங்கினாயோ சோலையில் நின்ற போதிலும் அது மாலையே என்ற போதிலும் பூவெல்லாம் என்றும் பூக்களே இங்கு மாறுமாதன் பெயர்களே குடிசை என்ன செய்யும் கோட்டை என்ன செய்யும் உன்னை மாற்றுமா பிறையே பிறையே வளரும் பிறையே இது நல்வரவே
മലരേ മലരേ മലർந்தாய் മലരേ ഉനക്കേൻ തളർവേ. പിതാമഹൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പാടിയ പാട്ടാണ് രാജാ സാറിന്റെ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വിക്രമത്തിന്റെ എൻട്രി ഈ പാട്ടിലാണ് സിനിമയിലേക്ക്. അപ്പൊ എന്തായാലും സന്തോഷം, മോള് നന്നായിട്ട് പാടി കണ്ണൂരം ചിങ്കാരം എന്നുള്ള പാട്ട്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. സനിക കുട്ടി, എന്തോ ചേച്ചി? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എം ജയചന്ദ്രൻ സാറിൻ്റെ ഒരു വണ്ടർഫുൾ കോമ്പോസിഷൻ അല്ലേ? വസന്തരാഗം. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ ഒരുപാട് പാട്ടുകളില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിലൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെൻഷ്യൽ ഫീല് കൊണ്ടുവരുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ്. എനിക്ക് കുറേ പോർഷൻസ് വളരെ നന്നായിട്ട്, ഒരു 95% എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പാടിയതായിട്ടാണ് തോന്നിയത്. പിന്നെ ചെറിയൊരു സജഷൻ മാത്രമേ ഉള്ളൂ, എൻഡിങ് നോട്ട്സ് ഒക്കെ ഇല്ലേ? ആത്മരാഗം, അതിലോലം ആത്മരാഗം. മൂളവേ എങ്ങനെയായിരുന്നു? മൂളവേ. അത് ആ സ്ഥലം ഒരുപാട് ഇങ്ങനെ ഫീബിൾ ആക്കണ്ട, അത് കേട്ടോട്ടെ. പക്ഷെ ആ ഡൈനാമിക്സ് കൊടുത്തത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ആ ഡൈനാമിക്സ് കൊടുത്തത് കുറച്ചുകൂടെ ഒന്ന് കേട്ടാൽ നന്നായിരുന്നു എന്ന് തോന്നി. ഫെയ്ഡ് ഔട്ട് ചെയ്ത് പോകുമ്പോഴും ഒരുപാട് ഫീബിളാക്കി കൊടുക്കണ്ട. ഈ ഒരു സജഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ആ രാഗം, ആ നോട്ട്സ്, ആ രാഗം ഒന്ന് പാടോ? അതിലോലമാത്മരാഗം. ഇപ്പൊ ക്ലിയർ ആയി. അപ്പൊ നേരത്തെ അതൊരു നോട്ട്സ് എന്തോ ഒരു ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതെങ്ങനെയാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതർവൈസ് സൂപ്പറായിട്ട് ആ പാട്ടിന്റെ ഫീൽ, ഈ ഒരു പ്രായത്തിൽ ആ പാട്ടിന്റെ ഫീൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടോ, എനിക്ക് വളരെ ഇഷ്ടമായി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ വേറൊരു പാട്ടും കൂടെ ഞാനും പാടാം. ഇത് പക്ഷേ ഈ ഒരു മീൻസ് ഇത്ര എന്താ പറയുക, ഈ ഒരു ഫീലല്ല, അത് ഭയങ്കര ഒരു അഗ്രസീവ് ഫീലുള്ളൊരു പാട്ടാണ്. മിൻസാര കണ്ണ എൻ മന്നാ എൻ നാണി കേട്ട് എൻ പിന്നൈ വാരായ് എൻ ആസയോസി കേളായ് കൂന്തലിൽ വിഴും പൂക്കളെ നീ മടിയേന്ത വേണ്ടും நான் விடும் பெருமூச்சிலே நீ குளிர் காய வேண்டும் மதனா 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 என் பூவுக்கும் தேவைக்கும் சேவைக்கும் நீ வேண்டும் மின்சார கண்ணா. So, we are giving you 99 out of 100. താങ്ക് യു സർ. ആദ്യൊരു സനിക പൂക്കുട്ടി. ആഗ്രഹിച്ചില്ലേ? All the best. Thank you, ചേച്ചി. Bye-bye. दिल आगे आगे और मैं पीछे, प्यार हो गए और क्या सोचे, दिन दस लिए बिछवा जैसे, हाय राम जाने श्याम जाने तन मन मिलने से क्या होगा आगे. ചില 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 ചിലമ്പുലി താളം ഡക്ക് 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 ഡോലുക്ക് മേളം ഒരു ഷഹനായി പാടും ഗാനം ഹയ്യാ ഹോർ ഭയ്യാ പ്യാർ ഭയ്യാ മുഹബത്ത് പെണ്ണിനും ചെറുക്കനും കല്യാണം താനനനനന ആഹാ താനനനനന ആഹാ താനനനനന 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 ആഹാ ആഹാ.
കണ്ണ് കടലാണ് കൽബിനലിവാണ് കൊഞ്ചി കുഴയുന്ന പുഞ്ചിരി അഴകാണ് മുത്തുമൊഴിയാണ് മുല്ലമലരാണ് കണ്ണ് കടലാണ് കൽബിലലിവാണ് കൊഞ്ചി കുഴയുമ്പോ പുഞ്ചിരി അഴകാണ് പതിയെ നടന്നെന്നാലും കൊലുസിന്റെ കൊഞ്ചൽ കേൾക്കാം പൂന്തട്ടമിട്ടാൽ പോലും മുഖചന്ദ്രബിംബം കാണാം ഹൊയ്യാക്ക ഹൊയ്യാക്ക ഹൊയ് ഹൊയ് ഹൊയ്യാക്ക ഹൊയ്യാക്ക ഹൊയ് ഹൊയ്യാക്ക 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 ഹൊയ്യാദിക്കായും സൽക്കാരമായി ചില 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 ചിലമ്പൊലി താളം ഡക്ക് 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 ഡോലക്ക് മേളം ഒരു ഷഹനായി പാടും ഗാനം ഹയ്യാ ഹോ ഭയ്യാ പ്യാർ ഭയ്യാ മുഹബത്ത് പെണ്ണിനും ചെറുക്കനും കല്യാണം മാരനിവനാണ് മനസ്സ് മയിലാണ് ചുണ്ടിൽ കസലാണ് കിസ്സിൽ നിശലാണ് വാനിലുയരുന്ന റംസാൻ തിറയാണ് മാരനിവനാണ് മനസ്സ് മയിലാണ് ചുണ്ടിൽ ഗസലാണ് കിസ്സിൽ നിശലാണ് വാനിലുയരുന്ന റംസാൻ തിറയാണ് ആദ്യത്തെ രാവാണല്ലോ അരികത്തൊരാളുണ്ടല്ലോ പാടാത്ത പാട്ടും പാടി പറയാത്ത കഥയും ചൊല്ലി ഹൊയ്യാക്ക ഹൊയ്യാക്ക ഹൊയ് ഹൊയ്യാക്ക ഹൊയ്യാക്ക ഹൊയ് ഹൊയ്യാക്ക 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 ഹൊയ്യാദിക്കാഹിൻ സൽക്കാരമായി ചില 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 ചിലമ്പൊലി താളം ഡക്ക് 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 ഡോലക്ക് മേളം ഒരു ഷഹനായി പാടും ഗാനം ഹയ്യാ ഹോ ഭയ്യാ പ്യാർ ഭയ്യാ മുഹബത്ത് പെണ്ണിനും ചെറുക്കനും കല്യാണം ആഹാ 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 നമ്മുടെ ടോപ്പ് സിംഗറിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ് പ്രേക്ഷകർ എല്ലാവരും നല്ലോണം ആസ്വദിച്ച് കാണുമെന്ന പ്രതീക്ഷയോടെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാനും അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ സീ യു.